നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 2 കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നത്. 2 കംപ്ലൈന്റോ? അതെ സർ. ഒന്നിവിടുത്തെ മാനേജർ സുനീഷ് കുമാറിനെ കാണാനില്ലെന്ന് പറഞ്ഞ് അയാളുടെ അമ്മ കമലാക്ഷി തന്ന കംപ്ലൈന്റ്. അടുത്തത് മാണിക്യമംഗലത്ത് വിശ്വനാഥന്റെ കംപ്ലൈന്റ്. വിശ്വനാഥന്റെയോ? അവനും കംപ്ലൈന്റോ? വെരി ഇൻട്രസ്റ്റിംഗ്. പറ, എന്താ അവന്റെ കംപ്ലൈന്റ്? അയാളുടെ അനുജൻ അജയ് ഘോഷിനെ സർ തട്ടിക്കൊണ്ടുപോയെന്ന്. സാർ എന്താ ചിരിക്കുന്നേ? നമ്മൾ തമ്മിൽ പരിചയം അടുപ്പമുണ്ടെന്നുള്ളത് സത്യോ. പക്ഷെ സാറേ, ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. മന്ത്രിതലത്തിൽ നിന്നൊക്കെയാ ആ സ്ത്രീ പ്രഷർ ചെലുത്തിയിരിക്കുന്നത്. സാർ എന്നോട് സഹകരിച്ചേ പറ്റൂ. അതിന് ഞാൻ സഹകരിക്കില്ല എന്ന് കൊച്ചിനോട് പറഞ്ഞോ? പക്ഷെ ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി കൊച്ചു വളരെ ഗൗരവത്തോടുകൂടി റിപ്പോർട്ടിൽ ചേർക്കണം. സാർ പറഞ്ഞോളൂ. ഒന്നാമത്, എനിക്ക് സുനീഷ് എന്ന് പറഞ്ഞൊരു മാനേജർ ഇല്ല. ഞാൻ അങ്ങനെ ഒരാൾ അറിയ പോലുമില്ല. ഇനി പറഞ്ഞ വിശ്വനാഥന്റെ അനുജന്റെ കാര്യം. വിശ്വനാഥൻ എന്റെ ശത്രുവാണെന്നുള്ളത് നേരാ. പക്ഷേ എനിക്ക് അവനോട് ആ ശത്രുത ഇല്ലെന്ന് മറ്റാരെക്കാട്ടിലും നന്നായിട്ട് കൊച്ചിനറിയാലോ. ശത്രുത ഉണ്ടെങ്കിൽ ഞാൻ അവനെ ജാമ്യത്തിലെടുക്കുവോ? അതും അവന്റെ വീട്ടുകാർ പോലും കൈയൊഴിഞ്ഞ സാഹചര്യത്തില്. ഇനി എനിക്ക് അഥവാ അവനോട് ശത്രുത ഉണ്ടെങ്കിൽ ഞാനെന്തിനാ അവന്റെ അനുജന്റെ മേലിൽ തീർക്കണേ? കൊച്ചിനറിയാലോ എന്റെ ഒരു സെറ്റപ്പ് അല്ലേ? ഞാൻ വിചാരിച്ചാല് ഈ നിമിഷം ഈ പറഞ്ഞ വിശ്വനാഥനെ പുഷ്പം പോലെ എനിക്ക് പൊക്കാം. കംപ്ലൈന്റ് തരാൻ പോലും പിന്നെ അവൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇതൊന്നും ചെയ്യാത്ത തെറ്റിന് ഒരാൾ എനിക്കെതിരെ കംപ്ലൈന്റ് തരുമ്പോ അവരോട് എനിക്ക് സഹതാപമുള്ളൂ കൊച്ചേ. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? അപ്പോ സാറിന് ഈ 2 പേരെ കുറിച്ച് ഒന്നും അറിയില്ല? ഇല്ല, ഒന്നും അറിയില്ല. ഇത് 2 നല്ല ഒന്നാം തരം കള്ളക്കേസാ. എന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസ്. സത്യം പറഞ്ഞ മാനനഷ്ടത്തിനെതിരെ ഞാൻ ഈ പറഞ്ഞ 2 പേർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാ. അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? സോറി സർ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തേ ഉള്ളൂ. അതിനെന്താ, എനിക്കറിയില്ലേ കൊച്ചിന്റെ നിസ്സഹായാവസ്ഥ. ആവശ്യം വന്നാ ഞാൻ ഇനിയും ബുദ്ധിമുട്ടിക്കും. ഓ ആയിക്കോട്ടെ, ബുദ്ധിമുട്ടാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എക്സ്ക്യൂസ് മീ, ഫിൽറ്റർ കോഫിയോ മറ്റോ? ഇപ്പൊ വേണ്ട സർ, താങ്ക് യു. ഓ, അയ്യോ, അറിയാത്ത കാര്യങ്ങളിൽ പിന്നെ ഞാൻ എങ്ങനെ റുക്കു പറയുന്നത്? സുനീഷിനെ എനിക്കറിയോ? അജയനെ എനിക്കറിയോ? പിന്നെ
ഇങ്ങോട്ട് വാടാ. അയ്യോ അയ്യോ, നിങ്ങൾ എന്തിനാ നിങ്ങൾ തല്ലുന്നേ? കാര്യം പറഞ്ഞിട്ട് തല്ലേ. കാര്യം ഞാൻ പറഞ്ഞാ മതിയോ? അല്ലാതെ ഇങ്ങനെ പറയണം. എന്തിനാ വേണ്ടി? സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോവാം. എന്ത് സത്യം? നീയല്ലേ അലമേലുവിനെ കൊല്ലാൻ അന്ന് ചെട്ടിയാരുടെ വീട്ടിൽ കടന്നു കയറിയത്? ഏയ്, ഏയ്, പറയണം. അയ്യോ ഞാനല്ല. അയ്യോ പറയണം. നേര് പറയാതെ നീ ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. വാടാ ഇവിടെ. അയ്യോ അയ്യാ, വന്നാട്ടെ പെരിയരെ. അവൻ വല്ലതും പറഞ്ഞോ? ഇല്ല പെരിയരെ, തല്ലി പദം വരുത്തിയിട്ടും അവൻ സത്യം പറയുന്നില്ല. പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വരൂ പെരിയരെ. അയ്യാ, മേലെ. അയ്യോ എന്താടാ? സുഖാണോ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് കുറ്റം ചെയ്തെന്നാ? തെറ്റ് ചെയ്തത് നീയല്ല, ഞാനാ. ഈ ചോദ്യം ചെയ്യലൊന്നും ഇല്ലാതെ നിന്നെ കൈ കിട്ടിയപ്പോ തന്നെ കൊന്നുകളയാൻ പറഞ്ഞാ മതി. പക്ഷെ അതല്ലല്ലോ ചെട്ടിയാരുടെ മര്യാദ, അതല്ലല്ലോ ശ്രീനാര്യപുരത്തെ നിയമം. ഏത് ശത്രുവിനും പറയാനുള്ളത് കേൾക്കും, അതിനുശേഷം മാത്രമേ വിധിക്കൂ. ശ്ശോ, എന്നെ വിധിക്കാൻ ഞാൻ എന്തോ ചെയ്തെന്നാ? നീ ഒന്നും ചെയ്തില്ലേ? നീ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങള് അക്കമിട്ട് പറയട്ടെ ഞാൻ. അതെന്റെ വിഷയമല്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊരു വിഷയമുണ്ട്, അതിന് നീ മറുപടി പറഞ്ഞേ പറ്റൂ. ആതിരെ അലമലുവിനെ ഞാൻ ഏതാണ്ടൊക്കെ ചെയ്യാൻ നോക്കിന്നല്ലേ? യോ, ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാ ഇതൊക്കെ. അല്ലെങ്കിൽ തന്നെ അവൾ എന്റെ പെങ്ങളല്ലേ? ഞാൻ അവളോട് അങ്ങനെയൊക്കെ പെരുമാറുന്നു നിങ്ങക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ശ്ശോ, നീയേ അങ്ങനെ പെരുമാറൂ. ശ്ശോ, ഭയങ്കര കഷ്ടമാണല്ലോ. ചുമ്മാ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ തല്ലി സമ്മതിപ്പിക്കാന്ന് പറഞ്ഞ. അതിന് നിന്നെ ആര് തല്ലി? ഇവര് എല്ലാരും. ഏതായാലും നിന്നെ ഞാൻ തല്ലില്ല. നിന്നെ തൊട്ടാ എന്റെ ഈ കൈ നാറും. അതിനല്ലേ ഞാൻ കൂലിക്ക് ആളെ വച്ചിരിക്കുന്നത്. ഇവര് നിന്നെ തല്ലും, യ്യോ, ചിലപ്പോ കൊല്ലുകയും ചെയ്യും.